അപ്പോൾ ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ആർക്കും അറിയാത്ത, നിങ്ങൾ പറഞ്ഞാൽ തന്നെ വിശ്വസിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ ഗൈസ്? എന്നുവെച്ചാൽ നമ്മുടെ റോബ്ലോക്സിലുള്ള സ്റ്റീലെ ബ്രെയിൻ റോട്ട് എന്ന് പറഞ്ഞ സംഭവം നമ്മുടെ ഫ്രീ ഫയറിൽ ഇറങ്ങിയിട്ടുണ്ട്. സ്റ്റീലെ ബ്രെയിൻ റോട്ട് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയത് സ്റ്റീലെ പെറ്റ് എന്ന് പറഞ്ഞ പേരിലാണ് അത് ഇറങ്ങിയിട്ടുള്ളത്. നമുക്ക് കളിച്ച് നോക്കാം, എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഞാൻ കുറേ കളിച്ച് നോക്കിയിട്ടുണ്ട്. ഞാൻ കുറേ നേരം ഇരുന്ന് കളിച്ച് നോക്കിയിട്ട് എങ്ങനെയൊക്കെയാണ് കളിക്കേണ്ടതൊക്കെ മനസ്സിലാക്കി. ഞാൻ പിന്നെ കുറേ 24 മില്യൻ്റെ ഒക്കെ കുറേ ബ്രെയിൻ റോട്ടല്ലേ ഇതിൽ പെറ്റെന്നാണ് പറയുന്നത്. പെറ്റികളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലോട്ട് കടന്ന് നോക്കുന്നത് ഞാൻ കാണിച്ചു തരാം. അത് നിങ്ങൾക്ക് ക്രാഫ്റ്റ് എടുക്കണം. എനിക്കിവിടെ തന്നെ വന്നിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഞാൻ എപ്പോഴും കളിക്കണമെന്ന് എനിക്ക് ഇങ്ങോട്ട് തന്നെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ മറ്റേ മാപ്സൊക്കെ എടുക്കുന്ന സ്ഥലത്ത് പോയിട്ട് ഏറ്റവും താഴെ പോയി നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഗൈസ്. എനിക്കിവിടെ തന്നെ വന്നിട്ടുണ്ട്. ഏറ്റവും താഴെ പോയി കഴിഞ്ഞാൽ ഇതാ നിങ്ങൾക്ക് ഇവിടെ കാണാം ഗൈസ്. എനിക്കിവിടെ നിന്നാണ്. അപ്പോൾ നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഗൈസ്, ഞാൻ ഗെയിം ലോഡാവുന്ന സമയം കൊണ്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അറിയാത്ത ആൾക്കാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ കൂട്ടുകാരന്മാരെ കൂടെയൊക്കെ ഇരുന്ന് കളിച്ച് നോക്കുക. എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് കമൻറ്റ് അറിയിക്കുക. അപ്പോൾ ഗൈസ്, നമ്മുടെ ഗെയിം ഇവിടെ ലോഡായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഗൈസ് എൻ്റെ ബേസ്. ക്രൂക്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ വലിയ ബേസിൻ്റെ 2 നില ബേസാണ് ഗൈസ്. ഇതാണ് എൻ്റെ ബ്രെയിൻ റോട്ട് എന്ന് ഇതിൽ റോബ്ലോക്സിൽ ബ്രെയിൻ റോട്ട് എന്ന് പറയുന്നത്. ഇതിൽ ബ്രെയിൻ റോട്ട് അതിൽ പെറ്റാണ് ഗൈസ്. ഒന്നും കൂടെ കുറച്ച് വ്യൂ കറക്റ്റ് കാണിച്ചിട്ട് 2 നില പെറ്റാണ് ഗൈസ്. ക്രൂക്സ് എന്നൊക്കെ പേര് ചെയ്തിട്ടുണ്ട്. ക്രൂക്സ് 1C2F3Z. ഗരൻ എനിക്കിട്ട പേരാണ് ഗൈസ്. ഇത് കുഴപ്പമില്ല. എൻ്റെ ന്യൂബ് അക്കൗണ്ടാണ്. എൻ്റെ മറ്റേ GSN അക്കൗണ്ട് ബാനായി പോയി. അപ്പോൾ ഗൈസ്, ഞാൻ ആദ്യം തന്നെ എൻ്റെ പെറ്റിനെ കാണിച്ചാൽ അതിന് മുമ്പ് തന്നെ എൻ്റെ കുറേ പെറ്റുകളുണ്ടായിരുന്നു ഗൈസ്. ഒരു 12 മില്യൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു. കുറച്ചൊക്കെ മോട്ടിച്ചുകൊണ്ട് പോയി അവന്മാർ. പിന്നെ കുറേയൊക്കെ ഞാൻ അവന്മാർക്ക് ഗിഫ്റ്റ് ആയി കൊടുത്തു ഗൈസ്. ഇവിടെ നിന്ന് തന്നെ ടീമപ്പായി കാണിച്ചപ്പോഴേ ഞാൻ ടീമപ്പായി കുഞ്ഞ് കാണിച്ചപ്പോൾ എനിക്ക് വേണ്ടാത്തൊക്കെ ഞാൻ അവന്മാരെ കൊടുത്തു. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കാണിച്ചിരുന്നത് എൻ്റെ അലിഗേറ്ററിനാണ് ഗൈസ്. 114 മില്യൻ്റെ പെറ്റാണ് ഗൈസ്. ഒരു സെക്കൻഡിൽ ഇത് 36K തരും. പിന്നെ ഞാൻ കാണിച്ചിരുന്നത് നമ്മുടെ ജിറാഫ് കൂട്ടനാണ്. ജിറാഫ് എന്ന് വെച്ചാൽ നമ്മുടെ 24 മില്യൻ്റെ ജിറാഫാണ് ഗൈസ്. ഇത് നമ്മുടെ 24 മില്യൻ്റെ ജിറാഫ്. അത് ഒരു സെക്കൻഡിൽ തന്നെ 8.5K തരും ഗൈസ്. 8.5K ജിറാഫ് തരും. അത് ബേസ് ലോക്കാണ്. അല്ലെങ്കിൽ മരക്ക് മോട്ടിച്ചുകൊണ്ട് നിങ്ങൾ എപ്പോഴും ബേസൊക്കെ ലോക്ക് ചെയ്താണ് കളിക്കും ഗൈസ്. അല്ലെങ്കിൽ മരക്ക് മോട്ടിച്ചുകൊണ്ട് പോകും. എനിക്ക് വേറെ എക്സ്പീരിയൻസ് ഉള്ളതാണ്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ റോട്ടി പോണ മറ്റേ ഇതുപോലത്തെ പെറ്റിനൊക്കെ വാങ്ങിച്ച് വയ്ക്കുമ്പോൾ നമുക്ക് പെറ്റ് പൈസ തരും ഗൈസ്. അപ്പോൾ അടുത്തത് നമ്മുടെ ജിറാഫ് ഫൂട്ടനാണ്. ജിറാഫ് ഫൂട്ടൻ ഞാൻ കാണിച്ചു തന്നതിൻ്റെ ഒന്നുകൂടെ കാണിച്ചു തരാം. 24 മില്യൻ്റെ ജിറാഫ് ഫൂട്ടനാണ്. 8.5K ആണ് ഇത് തരുന്നത്. പിന്നെ ഇതിന്ന് പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ ഓരോരോ പൈസ കൊടുത്ത് പെറ്റിനെ വാങ്ങിക്കുമ്പോൾ നമുക്ക് പെറ്റ് നമുക്ക് പൈസ ഉണ്ടാക്കി തരും ഗൈസ്. പിന്നെ ഇത് എന്ന് പറയുന്നത് നമ്മുടെ ചീറ്റ. പിന്നെ ഇത് ജിറാഫ്. നമ്മൾ നേരത്തെ കണ്ട ജിറാഫിൻ്റെ ഒരു തണുപ്പ് വെർഷൻ. ഫ്രോസൺ ബേസ് ലോക്ക് ഫ്രോസൺ എന്ന് പറഞ്ഞ സംഭവമാണ് അതിൻ്റെ. അതേപോലെ തന്നെ മറ്റേ പ്രത്യേകതയൊന്നും ഇല്ലാതെ തിളങ്ങുന്നത് മാത്രമേ ഉള്ളൂ. ബ്ലൂ കളറിൽ ഇങ്ങനെ തിളങ്ങിക്കൊണ്ടിരിക്കും. നമ്മുടെ ചീറ്റ 14.3K തരും കേസ്. ഒരു സെക്കൻഡിൽ 42 മില്യൻ്റെ ചീറ്റ. ഇത് നമുക്ക് അടുത്ത കാണിച്ചിരുന്നത് നമ്മുടെ പുലിയാണ് കേസ്. ഏറ്റവും കൂടുതൽ. അതിന് മുമ്പ് ഞാൻ എൻ്റെ മണ്ടയിലുള്ള ബേസിൽ എൻ്റെ മണ്ടയിൽ റൂഫ് ഉണ്ടല്ലോ, ഇതിൽ ചീറ്റ ഇട്ടിട്ടുണ്ട്. ഇതാ ഇവിടെ എന്തൊരു പരിപാടി, അവിടെ എന്തെങ്കിലും ആവട്ടെ. അതാണ് കേസ് എൻ്റെ 2ാമത്തെ നില. അതിലാണ് എൻ്റെ 2ാമത്തെ ചീറ്റ ഇരിക്കുന്നത്. ചീറ്റ കുറേ പൈസ കൊണ്ടൊക്കെ വെച്ചിട്ടുണ്ട്. താഴെ ഇറങ്ങിയിട്ട് മറ്റേത് ആരാ എന്തെങ്കിലും ആവട്ടെ. എൻ്റെ ബേസിൽ കയറി നിൽക്കുന്ന കേസ്. എൻ്റെ ബേസിൽ എൻ്റെ ടൈഗറിനെ മുടിച്ചോണ്ട് വന്നിരിക്കുന്നത്. അടിച്ച് കളറാവനെ. ചേട്ടാ ഇതൊന്ന് തട്ടി കളിക്കണം. അവനൊക്കെ എന്ത് ചട്ടിൽ കളിക്കണം മതി. അത് അടുത്ത പോനൊക്കെ കയറി ഉള്ള എല്ലാം കൂടെ എൻ്റെ ബേസിൽ കയറി അട്ടാക്കണം കേസ്. അടി കുഞ്ഞടിക്കണം. ടീമപ്പ് അവനടിച്ച് പുറത്ത് കളഞ്ഞിട്ടുണ്ട്. അതാണ്ട് അടുത്തും കയറി വന്നു. ഇപ്പോൾ ഇറങ്ങി പോടിപ്പെട്ടും പിള്ളേ. ഓക്കെ, അത് പോയിട്ടുണ്ട്. ഞാനും കയറിയിട്ട് അവൻ്റെ മുട്ടാലും ഞാൻ തല്ലി ഓടിക്കും. എൻ്റെ കയ്യിൽ ബാറ്റാണ്. ബാറ്റെടുത്ത് മണ്ടൊക്കെ അടിക്കും. അപ്പോൾ ഗൈസ്, അപ്പം ഞാൻ എൻ്റെ ബ്രെയിൻ റോട്ടിൽ കളിച്ച ബ്രെയിൻ റോട്ട് എൻ്റെ വായിക്കത്തെ ഇവിടെ ബ്രെയിൻ റോട്ടെന്ന് വരുള്ളൂ. പറ്റുന്ന കാണിച്ച് ഇത് ഇങ്ങനെ കയറി പറഞ്ഞിട്ട് ഈ 2 കൂടെ ഇതിനടിച്ച് 6 അടിച്ചിട്ടുണ്ട്. അതാണ്ട് ബേസ് ലോക്കാണ്. ലോക്കാ എല്ലാം 3 കൂടെ. എൻ്റെ ടൈഗറിൻ്റെ ഭാഗം ഓട്ടിക്കൊണ്ട് പോകാൻ നിൽക്കേണ്ട കേസ്. 246 മില്യൻ്റെ ടൈഗറാണ് കേസ്. അടി അടക്കുട്ട അടിയടാ അവരെ എല്ലാവരും കൂടെ അടിച്ചിട്ട് ബേയ അവരെ. എൻ്റെ അമ്മൂ അടി കൊള്ളുന്നില്ല ദൈവമേ. ഞാൻ ഈ സ്ഥലത്ത് നിന്ന് ഇറങ്ങാൻ പോവാണ് കേസ്. ഇവിടെ നിന്നാൽ ശരിയാവില്ല. എൻ്റെ പെറ്റെല്ലാം കൂടെ പോവും. അപ്പോൾ കേസ് ഞാൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നും കൂടെ വേറെ ഇതിൽ കയറാം.
സ്ഥലത്ത് കയറാം. അല്ലെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് ചിലപ്പോൾ നമ്മുടെ ഇതൊക്കെ പോകാൻ ചാൻസ് ഉണ്ട് കേസ്. നമ്മുടെ ബ്രെയിൻ റോട്ടെന്ന് നമ്മുടെ പെറ്റൊക്കെ പോകാൻ കുറേ ചാൻസുകളുണ്ട്. അത് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയില്ലായിരുന്നു. എനിക്കിപ്പോൾ എൻ്റെ ഞാൻ ഇപ്പോൾ പാപ്പനായി. അതൊന്നും കൂടെ കയറിയിട്ടുണ്ട്. നമ്മുടെ ബേസ് നമ്മുടെ വല്ലതും പോയാൽ നോക്കട്ടെ. എല്ലാ അതേപോലെ തന്നെ ഉണ്ടല്ലോ. എല്ലാ അതേപോലെ തന്നെ ഉണ്ട്. ആരുമില്ല നമ്മുടെ ബേസിൽ. അതാണ് ഞാൻ കാണിച്ചിട്ടാന്ന് വെച്ചാൽ നമ്മുടെ ടൈഗർ 246 മില്യൺ ടൈഗർ ഒരു സെക്കൻഡിൽ 72.3K പൈസ തരുന്ന ഒരു ടൈഗറാണ് കേസ്. കണ്ടല്ലോ, എന്തും കാണിച്ചു തന്നിട്ട് നിങ്ങൾ പറയില്ലേ. ഇതുപോലെ നിങ്ങൾ കളിച്ച് കൂട്ടണം. ആദ്യം നിങ്ങൾക്ക് 1K കാണണമല്ലോ. അത് വെച്ച് നിങ്ങൾ $30 $30 അത് വാങ്ങിച്ച് കൂട്ടി വയ്ക്കണം. എൻ്റെ ബേസ് ലോക്ക് ആയിട്ട് അപ്പോൾ ബേസ് ലോക്ക് ചെയ്ത് നമ്മുടെ ഇതാണ് കേസ്. നമ്മുടെ ജിറാഫ്, ഗോൾഡ് ജിറാഫ്, ഇതുപോലെ കുറേ തിളങ്ങിയതൊക്കെ കാണും കേസ്. വേറെ ഒന്നും കൂടെ ഉണ്ട്, എൻ്റെ കുറേ ഉണ്ട്. പിന്നെ ഗോൾഡിനുണ്ട്, പിന്നെ ഒരു എന്തൊക്കെ ഈ പോലത്തെ എന്തൊക്കെയുണ്ട്. അതൊക്കെ എൻ്റെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ അടുത്ത് വിറ്റു. പിന്നെ കുറേ ആൾക്കാർക്ക് ഫ്രീ ആയി കൊടുത്തു. ഇതാരുടെ അത് നമുക്ക് നമ്മുടെ മണ്ടിൽ ചീറ്റയിൽ പോയി നോക്കിയിട്ട് വരാം കേസ്. ഓക്കെ, ചീറ്റ കുറേ പൈസ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേസ്. നമുക്ക് നമ്മുടെ താഴത്തെ പൊക്കിമോണാണ് പെറ്റ് ഒക്കെ നമുക്ക് കുറേ പൈസ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഏറ്റവും കൂടുതൽ പൈസ നമ്മുടെ ടൈഗർ തന്നെയാണ്. ടൈഗറും ചീറ്റയാണ് കേസ് കൂടുതൽ. ടൈഗർ മുതല, അതാണ് ഈ രണ്ടുപേരാണ് നമുക്ക് നല്ല പൈസ തരുന്നത്. ബേസൊക്കെ ലോക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് കണ്ടല്ലോ അവിടെ അപ്പോൾ രണ്ടുപേരെൻ്റെ ബേസിൻ്റെ മണ്ടിലോട്ട് കിടക്കുന്ന കേസ്. അവിടെ എന്തൊരു പരിപാടിയാണ് ഞാൻ പോയി നോക്കട്ടെ. അതിന് മുന്നേ പൈസ കളക്ട് ചെയ്ത് നമുക്ക് അവിടെ പോയി നോക്കാം കേസ്. അവന്മാർ എന്തിനാണ് അവിടെ പരിപാടി. ഇതാണ്ട് ഒരുത്തിറങ്ങി വന്ന്. പിന്നെ മറ്റവിടെ വേറെ 2 പോയിരുന്നല്ലേ. അതൊക്കെ ഇടേ എന്തൊരു ഇടാട്ട്. നമുക്ക് നമ്മുടെ ബ്രെയിൻ റോട്ട് പിന്നെ പെറ്റിനെ നമുക്ക് സേഫ് ചെയ്ത് വയ്ക്കണം. സ്റ്റീലെ ബ്രെയിൻ റോട്ടാണെങ്കിൽ അത്ര ഗ്രാഫിക്സ് ഒന്നും ഇല്ലെങ്കിലും എൻ്റെ കൊള്ളാൻ സാധനം. എനിക്കത് കണ്ടിട്ട് എല്ലാ പാവകളെ കണക്കാണ് എനിക്ക് ഇരിക്കുന്നത്. ഒരുമാതിരി ടൈഗറൊക്കെ പാവമാണ് ഇരിക്കുന്നത്. നമ്മുടെ ബേസ് ഒന്നും കൂടി ലോക്ക് ചെയ്യണം കേസ്. ലോക്ക് ചെയ്തിട്ട് വേണം. ലോക്ക് ചെയ്തില്ലെങ്കിൽ നമുക്ക് നല്ല പണി തരും. നല്ല പണി കിട്ടും കേസ്. അവന്മാരും എല്ലാം അങ്ങോട്ടിച്ചുകൊണ്ട് പോകും. നമുക്ക് അവിടെ നോക്കിയിട്ടുണ്ട്. പൈസ കളക്ട് ചെയ്ത് നമുക്ക് അടുത്ത പൊക്കി നമ്മുടെ ഒരു 336 മില്യൺ ഉണ്ട് കേസ്. ഇത് കണ്ടോ കേസ്. 516 മില്യൺ ഈഗിള് പോകുന്നുണ്ട്. പിന്നെ ഒക്ടോബസ് 1.5 മില്യൺ ഒക്ടോബസൊക്കെ ഉണ്ട് കേസ്. ഇതൊക്കെ ആദ്യം ഉണ്ടായിരുന്നു. കുറേ നേരത്തെ കളഞ്ഞ കേസ്. ഫ്രീ ആയിട്ട് കൊടുത്തു കേസ് കുറേണ്ണത്തിന്. അപ്പോൾ കേസ് നമുക്കിനി ഒന്ന് അടുത്ത പോക്കിമോണെന്ന് നമുക്ക് അടുത്ത പുതിയ നല്ല ബ്രെയിൻ റോട്ടിന് തന്നെ വാങ്ങിക്കണം. ബ്രെയിൻ റോട്ടെന്ന് പിന്നെയും പെറ്റിന് തന്നെ വാങ്ങിക്കണം. പെറ്റ് വരാൻ വേണ്ടി നോക്കാൻ കേസ്. പൈസ കളക്ട് വെച്ചു. നമുക്കൊരു 300 മില്യൻ്റെ താഴോട്ടുള്ളൊരു പെറ്റിനെ വാങ്ങിച്ചു വയ്ക്കാം. ഇതാണ് അത് വീട്ടിൽ കൂടെ. നമുക്ക് അടുത്ത ഇത് ഡക്ക് കേസ്. ഡക്കല്ലേ എന്തൊക്കെയാണ് അവിടെ. പിന്നെ അണ്ണാനുണ്ട്. പിന്നെ ഇത് 4.2 മില്യൺ. ഇതാരോ വാങ്ങിക്കുന്ന ഞാൻ കണ്ടിരുന്നു കേസ്. 4.2 മില്യൺ. അപ്പോൾ കേസ് നമുക്ക് കുറച്ചും കൂടെ പൈസ കളക്ട് ചെയ്യാം. നമുക്ക് അടുത്ത് ബ്രെയിൻ റോട്ട് കിട്ടുമ്പോൾ വാങ്ങിക്കുള്ളേ. കളക്ട് കുറേ ഇതിനൊക്കെ കളക്ട് വയ്ക്കാണ്ടത്. അവിടെ ആരൊക്കെ നിൽക്കുന്ന കേസ്. നമ്മുടെ ബേസ് നിറയെ മോട്ടിച്ചുകൊണ്ട് പോകുന്നു. ബേസ് ലോക്കൊക്കെ ഉള്ളതാണ്. ഇപ്പോൾ 6 സെക്കൻഡ് ബേസ് അൺലോക്കാകും. ബേസിൻ്റെ ലോക്കൊക്കെ ലോക്ക് പെട്ടെന്നൊരു ലോക്ക് ഓക്കെ. ലോക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് കുറേ എണ്ണങ്ങളൊക്കെ അവിടെ നമ്മുടെ ബേസിൽ തന്നെ നോട്ടിട്ട് വെച്ചിട്ടുണ്ട് കേസ്. നമ്മുടെ ബ്രെയിൻ റോട്ട് നമ്മുടെ പെറ്റിനൊക്കെ അടിച്ചുകൊണ്ട് പോകാനാണ് കേസ്. തരൂലടാ നിനക്കൊക്കെ. ഞാൻ തരൂലടാ. ഞാൻ കുറച്ചൊക്കെ നിനക്കൊക്കെ തന്നല്ലേ. അത് കൊണ്ട് പോയാൽ മതി. അതാണ്ട് അതിൻ്റെ ഗോൾഡൻ കണ്ടോ കേസ്. നിങ്ങൾക്ക് ഗോൾഡൻ തോന്നുന്നു ഗോൾഡൻ കളർ. അതിൻ്റെ പേരെന്തിനായിരുന്നു? മറ്റേ ഞാൻ പറഞ്ഞ 4.3 മില്യൻ്റെ ഗോൾഡൻ കളറാണ് ഇപ്പോൾ പോയത്. അതിന് തീ പൊളിച്ചതിരിക്കുകൊണ്ട് നമ്മുടെ ബേസ് നമുക്ക് ലോക്ക് ചെയ്ത് വെക്കണം. ഇപ്പോഴും ബേസ് ലോക്ക് ചെയ്യണം കേസ്. അതായത് ടീമപ്പ് ആക്കണം. അതാണ്ട് ടീമപ്പ് ആക്കി കളിക്കണം കേസ്. നമുക്ക് അവനോട് ടീമപ്പ് ആവാൻ നോക്കാം. കാരണം വല്ല ബ്രെയിൻ റോട്ട് ആണോ ബ്രെയിൻ റോട്ട് പെറ്റുവാണോ? ഞാൻ നിനക്ക് ജിറാഫ് വരാം. നമുക്ക് ജിറാഫ് എടുത്താലോ. കുറച്ചൊക്കെ ഇട്ട് കൊടുക്കുക. അതാ കണ്ടോ. ഇതാണ് ഞാൻ കേസ് ഞാൻ പറഞ്ഞപ്പോൾ അതിൻ്റെ തീരത്. പിന്നെ വേറെ എന്തൊരു ഫ്ലമിംഗോ എന്നൊക്കെ പറഞ്ഞ സംഭവമുണ്ട്. പിന്നെ ഒരു മൂങ്ങ പോകുന്നുണ്ട് കേസ്. 72 മില്യൻ്റെ. എനിക്ക് വേണ്ട ആവശ്യമില്ല. ഇത് പിന്നെ മണ്ടലോട്ട് അടിച്ച് കയറിയേനെ. നമുക്ക് ഇതുവരെ തന്നെ ബേസിൽ തന്നെ കയറാം. അടുത്തൊരു ബ്രെയിൻ റോട്ട് ഇങ്ങനെ വരണം കേസ്. ബ്രെയിൻ റോട്ട് വന്നാലും നമുക്ക് ശരിയാവുള്ളൂ. നമുക്ക് ഒരു പുതിയ ബ്രെയിൻ റോട്ടിന് വാങ്ങിക്കുള്ളൂ. ബ്രെയിൻ റോട്ടല്ല, പെറ്റ്. എൻ്റെ വായിക്കകത്ത് എപ്പോഴും ബ്രെയിൻ റോട്ട് തന്നെ വരും. നമുക്ക് പെറ്റിനെ വാങ്ങിക്കണം കേസ്. പൈസ കളക്ട് ചെയ്ത് വെക്കട്ടെ. അപ്പോൾ കേസ് നമ്മളൊരു പുതിയ കണ്ടിട്ടുണ്ട് കേസ്. ലൈന നമുക്ക് കുറേ നേരം കാത്തു തന്നിട്ടാണ് ഈ ഒരു ലൈനെ കിട്ടിയത്. ഞാൻ കുറേ നേരം കാത്തിരുന്ന കേസ്. ലൈനെ കിട്ടിയത് വീട്ടിൽ പോടാ. അതിൻ്റെ പൈസ ഇല്ലാതിരിക്കാറ്. അതുകൊണ്ടാണ് നമ്മൾ വാങ്ങിക്കാതെ. വീട്ടിൽ പോടാ. നമ്മുടെ പൈസ തന്നെ കിട്ടും. നമ്മുടെ പൈസ സേഫ്. അപ്പോൾ നമുക്കൊരു ലൈനെ കിട്ടി കേസ്. ലൈൻ എത്ര എൻ്റെ ആയിരുന്നു? 174 മില്യൻ്റെ ലൈൻ. ഞാൻ ഈ പൈസ കളക്ട് ചെയ്ത് നമുക്ക് അടുത്ത പിന്നെ പാപ്പനെ 199 മില്യണുള്ളൂ കേസ്. നമുക്കിപ്പോൾ തന്നെ 200 മില്യൺ ഇപ്പം തന്നെ ആക്കാം. ബേസിക്കലി ഓക്കെ. അത് ലേവന്മാരെ മോട്ടിച്ചുകൊണ്ട് പോകും.
ഉണ്ടോ ഗൈസ് നമ്മുടെ ടൈഗർ ഇവിടെ, പിന്നെ നമ്മുടെ ലയൺ ഇവിടെ. നമ്മുടെ ലയണിന് 174 മില്യൺ, അതായത് ഒരു സെക്കൻഡിൽ 53K തരും ഗൈസ്. നല്ല 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 പെറ്റാണ് ഗൈസ്. എനിക്ക് ഇഷ്ടപ്പെട്ടു ലയൺ. നമുക്ക് എന്തിനൊന്ന് വിറ്റ് കളഞ്ഞാലെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം ഗൈസ്. നമ്മുടെ ഇത് രണ്ടും ഒരേപോലെ തന്നെയാണ്, ജിറാഫ് രണ്ടും ഒരേപോലെ തന്നെയാണ്. പിന്നെ നമ്മുടെ ചീറ്റ ജിറാഫിൻ്റെ എന്നൊക്കെ പൈസ കുറേ എടുക്കണം. ജിറാഫ് പൈസ എന്ന് വെച്ചാൽ പൈസയൊക്കെ തരും. ഒരു സെക്കൻഡിൽ 8.5K തരും ഗൈസ് നമ്മുടെ ജിറാഫ്. അതായത് നമ്മുടെ ലയൺ പൊളി സാധനമാണ് ഗൈസ്. നമുക്ക് ലയൺ കിട്ടും നമ്മുടെ ബേസിൽ ലോക്ക് ചെയ്തോ. ഓക്കെ, അപ്പോൾ നിങ്ങളിതുപോലെ കുറേയൊക്കെ കളിച്ച് കൂട്ടണം ഗൈസ്. നിങ്ങൾക്ക് ഇത് ഒരു 5 മണിക്കൂർ 3 മണിക്കൂർ 1 മണിക്കൂറൊക്കെ ഇരുന്ന് കളിച്ചാൽ നിങ്ങൾക്ക് ഒരു ഇപ്പോൾ 1 മില്യണൊക്കെ ഉണ്ടാക്കിയിരുന്നു. നിങ്ങൾക്ക് അടിപൊളി ബ്രെയിൻ റോട്ടൊക്കെ വാങ്ങിക്കാൻ കഴിയും. നമുക്ക് ഈ ജിറാഫിനകത്ത് ഇങ്ങനെ വിറ്റല്ലേ, നമുക്ക് ജിറാഫിനെ വിൽക്കാം. ഈ ജിറാഫിനെ വിറ്റിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും ഇവിടെ വാങ്ങിച്ച് വയ്ക്കാം. നമുക്ക് ജിറാഫിന് സെൽ. നല്ല പൈസ കിട്ടും കേസ്, കുറേ പൈസ കിട്ടും. ഓക്കെ, ജിറാഫിന് വരുന്നുണ്ട് 222 മില്യൺ ആയിട്ടുണ്ട് നമ്മുടെ ഇതിൽ. നമ്മുടെ പുലിയിൽ നിന്നൊക്കെ പൈസ എടുക്കാൻ പറ്റുന്നതായി. പൈസ ഒക്കെ എടുത്ത് വെച്ചിട്ട് നമുക്ക് അടുത്ത ബ്രെയിൻ റോട്ടിനെ വാങ്ങിക്കാൻ പറ്റുള്ളൂ. നമുക്ക് പൈസയൊക്കെ നല്ല കണക്ട് ചെയ്ത് വെക്കണം. പൈസ കളക്ട് ചെയ്ത് വെക്കണം. പിന്നെ ബേസ് എല്ലാം പൂട്ടി കളിക്കണം പൈസ, അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ റോട്ടൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ മറ്റേ മൂങ്ങാര ഗോൾഡ് പോണ്. പിന്നെ പട്ടി പിന്നെ ഇത് നമ്മുടെ മുകളിൽ പോയി ചീറ്റ എത്ര പൈസ കളക്ട് ചെയ്യാൻ നോക്കട്ടെ. ചീറ്റ കുറേ പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കിത് കളക്ട് ചെയ്യാം. കളക്ട്. ഗുഡ് ജോബ് മൈ ചീറ്റ. ഇങ്ങനത്തെ പൈസ ഉണ്ടാക്കി തരണം, അല്ലെങ്കിൽ നിന്നെ ഞാൻ വെട്ടിക്കൂട്ടി. ചുമ്മാറിയാണെങ്കിൽ ഞാൻ വെട്ടിക്കൂട്ടുകയൊന്നുമില്ല. നമ്മുടെ പെറ്റാണ്. നമ്മുടെ പെറ്റിനെ നമ്മളൊന്നും ചെയ്യാൻ പാടില്ല. നമുക്ക് എല്ലാം കളക്ട് ചെയ്യണം. അടുത്തൊരു ബ്രെയിൻ റോട്ട് വരാണ്ട് ഞാൻ കാത്തിരിക്കുകയാണെങ്കിൽ, പക്ഷേ ബ്രെയിൻ റോട്ടെന്ന് പെറ്റ് വരാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണെങ്കിൽ ബേസ് ലോക്കേട്ടെ ആരെങ്കിലും നമുക്ക് ഇങ്ങോട്ട് വന്ന് നമ്മുടെ ഇവിടെ എന്തിനാണ് പരിപാടി? ഇവൻ ഒളിച്ച് കളിക്കണം. ഓൻ്റെ ബേസിലെല്ലാം ഉണ്ടാകും. എൻ്റെ ബേസിൽ പ്രത്യേകിച്ച് വല്ലതൊന്നുമില്ല ഗൈസ്. വല്ല മോട്ടിക്കാൻ വല്ലതും ഉണ്ടോ നോക്കിയാൽ അത് ഉമ്മാരയിൽ ഒന്നുമില്ല ഗൈസ്. നമുക്ക് വേറെ ലൈൻ 174 മില്യൺ അടുത്ത ലൈൻ കിട്ടി ഗൈസ്. നമുക്ക് അടുത്ത ലൈനെ കൂടെ കിട്ടിയ അടുത്ത ലൈൻ. ഇന്ന് നമ്മൾ ബില്യണറാവുമെന്നാണ് തോന്നുന്നത്. ഇന്ന് നമ്മൾ എന്തിനും 300 മില്യൺ കാട്ടി കൂടുതലുള്ള യാതൊരു പോക്കീമോണെന്ന് പെറ്റിനെ വാങ്ങിച്ചിട്ടേ പോളൂ ഗൈസ്. നമുക്ക് അടുത്ത ലൈനെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമ്മുടെ 2 ലയണുമായി 2 ചീറ്റ, പിന്നെ ഒരു പുലി, പിന്നെ 2 ജിറാഫ് ഉണ്ട്. നമ്മൾ ഒരു ജിറാഫിനെ വിറ്റ് കാണുന്നത്. ഇപ്പോൾ ഒരു ജിറാഫ് ഉണ്ട് കേസ്, നമ്മുടെ മറ്റേ ഫ്രോസൺ ജിറാഫ്. പൈസ കളക്ട് ചെയ്ത് വെച്ചോണം. പൈസ തന്നോണം എല്ലാവരും പൈസ ഇറക്കി നോക്കി. ബില്യണർ വേണ്ട, അതിപ്പോൾ അതിന് ഇവിടെ ആവശ്യമില്ല. ബില്യണർ ആവാനുള്ളതാണ് കേസ്. നമുക്ക് ബില്യണർ ആയിട്ട് ഞാൻ പോകുള്ളൂ. ബേസൊക്കെ ലോക്ക് ചെയ്തു. പൈസയൊക്കെ കളക്ട് ചെയ്യണം. നമ്മൾ പിന്നെ പാപ്പനെ ഇരിക്കുകയാണ്. നമുക്കൊരു 100 മില്യൺ പിന്നെ കൂടെ കിടക്കണം. 100 മില്യൺ നമ്മുടെ ഇതിലിപ്പോൾ 96 മില്യൺ 96 മില്യണാണ് ഗൈസ്. 97ആയി. നമ്മുടെ ബില്യണൊക്കെ കൂട്ടം കണ്ട എന്തൊരു പൈസ. നമ്മൾ പണക്കാരൻ. നമ്മളൊന്നൊരു ബില്യണറൊക്കെ ആവും ഗൈസ്. നമ്മളൊരു തിമിംഗലത്തിനെങ്കിലും നമ്മൾ നിന്ന് വാങ്ങിച്ചോണ്ട് പോകും ഗൈസ്. ആരാണ് അവനെ കിളി പോയിരിക്കുകയാണെന്നാണ് തോന്നുന്നത്. അവൻ ഒളിച്ച് കളിക്കുകയാണ് കേട്ടാ. നമ്മൾ ഒളിച്ച് നോട്ട് ചെയ്യാൻ നോക്കിയത് കണ്ടിരുന്നു, കുഴപ്പമില്ല. അപ്പോൾ അതുവഴി പോയിട്ട് നമുക്കിനി അടുത്ത ബ്രെയിൻ റോട്ട് ബ്രെയിൻ റോട്ടം തെറ്റി വരുന്നവരെ നമുക്ക് കാത്തിരിക്കാൻ കഴിയും. കാത്തിരുന്ന് നമ്മുടെ ഇത്ര വർഷങ്ങളാവുമെന്ന് തന്നെ അടുത്ത വരെ. എന്തെന്തിനാണ് അതായത് നമ്മുടെ ക്യാമലുണ്ട് കേസ്. നിങ്ങളുടെ ക്യാമലുണ്ട്, അത് എൻ്റെ ആദ്യമുണ്ട്. ഇത് 2 ഉണ്ട്. 2 ഞാൻ ഫ്രീ ആയിട്ട് ഒരുത്തിന് കൊടുത്തു കേസ്. ഒരുത്തനല്ലേ തോന്നുന്നു, 2 പേർക്ക് ഞാൻ വീതിച്ച് കൊടുത്തത്. ഒരു ക്യാമൽ ഒരുത്തന്നെ കൊടുത്തു, ഒരു ക്യാമൽ വേറെ ഒരുത്തനും കൊടുത്തു. എൻ്റെ ആ ക്യാമലിൻ്റെ പകരമാണ് ഞാൻ മറ്റേ ടൈഗർ വാങ്ങിച്ചിരിക്കുന്നത്. പൈസ കളക്ട് ചെയ്തു. എല്ലാവരും പൈസയൊക്കെ നല്ലോണം തരണം. പറ്റണം അത്രയും പൈസ നമുക്ക് തരണം. നമുക്ക് അടുത്ത വലിയ സാധനത്തിൽ വാങ്ങിക്കാനുള്ളതാണ്. പൈസ കളക്ട് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ കൂടെ കളിക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ UID താഴെ കമൻറ്റ് ചെയ്താൽ നമുക്ക് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കളിക്കുകയും ചെയ്യാം. നിങ്ങൾ ചോദിച്ചാൽ ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഏത് ബ്രെയിൻ റോട്ടാണ് ഏത് പറ്റുവാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരാം കഴിയും. നിങ്ങൾ നിങ്ങളുടെ UID കമൻറ്റ് ചെയ്താൽ നിങ്ങൾ ഇങ്ങനത്തെ എപ്പോൾ കയറുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 2 പേരും കൂടെ നമുക്ക് ഇപ്പോൾ എൻ്റെ ഫ്രണ്ട് ലിസ്റ്റിൽ ആരൊക്കെ ഉണ്ട് വന്നാൽ എനിക്ക് UID ആരൊക്കെ അയച്ചു തന്നാൽ നമുക്ക് അവരോടെ കളിച്ച് നമുക്ക് വേണമെങ്കിൽ എൻ്റെ ബ്രെയിൻ റോട്ട് എൻ്റെ പെറ്റിനെ നിങ്ങൾക്ക് തരാം കേസ്. അതാണ്ട് കേസ്. അത് കുരങ്ങൻ പോകണം കേസ്, ഗോൾഡ് കുരങ്ങൻ. അതിന് വലിയ പൈസ ഉള്ളതൊന്നല്ല കേസ്, ചെറിയ ബ്രെയിൻ റോട്ടം. പിന്നെ വാച്ച് ബ്രെയിൻ റോട്ടെന്നേ വരുള്ളൂ, പെറ്റാണ് കേസ്. അതിന് നമുക്ക് ആവശ്യമൊന്നുമില്ല പ്രത്യേകിച്ച് പൈസ തരണേ ടൈഗർ. പക്ഷേ ഇത് നേരെ തിരിച്ചല്ലേ വരുള്ളൂ. ലയനല്ലേ കൂടുതൽ പൈസ ഉള്ള, ലയനല്ലേ മറ്റേ കാട്ടിലെ രാജാവ്. അപ്പോൾ ലയനല്ലേ കൂടുതലുള്ള. ഗരേനയുടെ ഫിസിക്സും കെമിസ്ട്രിയും എല്ലാം ഒരുമിച്ചാണല്ലോ, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അവിടെ
ബേസ് ലോക്ക് ചെയ്യണം. ലോക്ക് ചെയ്തു. അടുത്ത പോക്കിമോൺ പിന്നെ ഒന്നില്ലെങ്കിൽ ബ്രെയിൻ റോട്ടൊന്നും വായിക്കരുത്, അല്ലെങ്കിൽ ഒരു പോക്കിമോൺ വായിക്കരുത്. ഒരു പെറ്റൊന്നും വായിക്കാത്ത വരികയില്ല. നമുക്ക് അടുത്ത പെറ്റ് വരുന്നതിൻ്റെ കാത്തിരിക്കണം ഗൈസ്. പൈസ കളക്ട് ചെയ്യാൻ നമുക്ക് അടുത്ത് ചീറ്റയിലൊക്കെ പോയി എടുക്കാണ്ട്, ചീറ്റയുടെ പൈസയൊക്കെ പോയി എടുക്കാണ്ട്, നമുക്ക് ചീറ്റയുടെ പൈസ പോയി എടുത്തിട്ട് കുറച്ചും കഴിഞ്ഞിട്ട് എടുക്കാം. പൈസ കൂട്ടി വയ്ക്കട്ടെ. നമ്മളിപ്പോൾ 144 മില്യൺ ആയിട്ടുണ്ട് ഗൈസ്. നമ്മൾ ആദ്യം തുടങ്ങിയപ്പോൾ 300 മില്യൺ കണ്ട് നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ പോയി ചീറ്റ, നമുക്കിതിൽ ഏതെങ്കിലും ഒന്ന് വിറ്റായിരുന്നു. നമുക്ക് ചീറ്റ വിറ്റാലോ? അല്ലേ വേണ്ട, കിടക്കട്ടെ, നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞ് വിൽക്കാം. പൈസ കളക്ട് ചെയ്തോ, ബേസ് ലോക്കാണ്. ഇപ്പോൾ ബേസ് ലോക്കാക്കണം. ബേസ് ലോക്കാക്കിയതിന് കിട്ടൂല, സമാധാനം കിട്ടൂല. അവരൊക്കെ എല്ലാം അടിച്ചുകൊണ്ട് പോകും. മുട്ട കള്ളന്മാരാണ് അവിടെയൊക്കെ. നമുക്ക് ഈ ചീറ്റ അങ്ങ് വിറ്റുകളാം ഗൈസ്. ഞാൻ ഓക്കെ, ചീറ്റ വിറ്റുമ്പോൾ നമുക്ക് കുറേ പൈസ കിട്ടിയിട്ടുണ്ട്. നമുക്ക് 172 മില്യൺ ഓരോ ഗൈസ്. തിമിംഗലം ഗൈസ് ഒരു എത്ര 192 ബില്യൻ്റെ തിമിംഗലം ഗൈസ്. നമ്മൾക്ക് അതിനെ വാങ്ങിക്കാനുള്ള പൈസ ഒന്നും ആയില്ലേ? നമ്മളൊക്കെ പാവങ്ങൾ, നമ്മൾ അതിന് വാങ്ങിക്കാനുള്ള പൈസ ഒന്നും ആയിട്ടില്ല. നമ്മുടെ ഒരു തന്നെ എത്ര മില്യണേ ഉള്ളൂ. ബില്യൺ ഇതുവരെയായിട്ട് എത്തിയിട്ടില്ലേ? ചീറ്റയുടെ പൈസ കളഞ്ഞ് മുകളത്തെ ചീറ്റ വിറ്റ് കളഞ്ഞല്ലോ. വേണ്ട, അതിൻ്റെ പൈസ നമുക്ക് കിട്ടി കൂട്ടിയൊക്കെ വെക്കാം. ചീറ്റയൊക്കെ നല്ല പൈസ കളക്ട് ചെയ്ത് വെക്കേണ്ട കേസ്. നമുക്ക് അടുത്ത വല്ല നല്ല അടിപൊളി ബ്രെയിൻ റോട്ട് പറഞ്ഞാൽ ബ്രെയിൻ റോട്ടൊന്ന് പിന്നെയും എൻ്റെ പെറ്റ് പറഞ്ഞ് നമുക്ക് വാങ്ങിച്ചു വയ്ക്കാം. നമുക്ക് അവിടെ തന്നെ ബേസ് ലോക്ക് ചെയ്യണം. ഇപ്പോൾ ലോക്ക് ചെയ്താൽ പറ്റൂല. പൈസ കളക്ട് ചെയ്തു. അപ്പോൾ ഞാൻ കുറച്ച് പൈസ കളക്ട് ചെയ്ത് അടുത്ത ബ്രെയിൻ റോട്ട് കിട്ടുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേസ്. ഞാൻ ഒന്ന് പോയി നോക്കട്ടെ, കുറച്ചൊരു പൈസയൊക്കെ കളക്ട് ചെയ്യട്ടെ. അപ്പോൾ കേസ് നമുക്കൊരു ബ്രെയിൻ റോട്ടിനെ ഒന്ന് കിട്ടി ചോദിച്ചാൽ ഇതുവരെ നമുക്ക് ഒരു പെറ്റിനെ കിട്ടിയില്ല. നമുക്ക് ഒരു നമ്മുടെ കൂടെ ടീമപ്പായിട്ട് നമുക്ക് ഇവനെ ഏതെങ്കിലും കൊടുത്താൽ നമുക്ക് ഈ ജിറാഫിന് കൊടുക്കാം കേസ്. ഡാടാ ഇങ്ങ് വാ, ഞാൻ നിനക്ക് ഫ്രീ ആയിട്ട് ഈ ജിറാഫ് ഇറങ്ങുക. 24 മില്യൺ ജിറാഫ് ഇറങ്ങുക. നീ ഈ ബേസ് ഓപ്പൺ ആവുമ്പോൾ നേരെ വരണം, ജിറാഫ് മാത്രം എടുക്കുക. വേറെ അതേ അടുത്ത് തന്നെ മുട്ടയിൽ നിന്ന് തല്ലി ഒടിക്കും. അങ്ങ് വാങ്ങുക. ജിറാഫ് എടുത്തു. അവിടെ ഇതാരാ അതിൻ്റെ ഇടയിൽ കൂടെ കയറിയെന്നാ ടീം. വീട്ടിൽ പോടാ. ടീമപ്പാണ്. പിന്നെ നമ്മൾ ടീമപ്പ്. നമ്മളെ വല്ല മോട്ടിച്ചോണ്ടാണെങ്കിൽ നിൻ്റെ എല്ലാം എന്നെ വെട്ടിക്കൂട്ടും. നീ വന്ന് എടുത്തോടെ. നീ ഈ ജിറാഫിനെടുത്തു തൂക്കിയോട്ട് വയ്ക്കോ. ഓക്കെ, നിനക്ക് ഞാൻ വല്ലതും തരാൻ നോക്കട്ടെ. അടിക്കില്ല 6 years old എന്തെങ്കിലും അടിക്കില്ല. അവനെ ഞാൻ കൊടുക്കാമെന്ന് വിചാരിച്ചിരുന്നു. നീ അടിക്കില്ല. അടിക്കില്ല. എന്നെ കൂടെ അടിച്ച് വിളിക്കണം. എൻ്റെ പൈസ എന്നെ തന്നെ അടിച്ചു കാണാം. വായിച്ചു തന്നെ വരണം. ചുമ്മാ അടി ഉണ്ടാക്കില്ല. അടി അച്ഛാ നെഹി ശരിയാവില്ല. ബേസിലോ വേണേ എടുത്തിട്ട് പോവോ? ബേസ് ലോക്കേണ്ട അവൻ എടുത്തോണ്ട് പോകലാണ്. അടിക്കില്ല. വാ എടുത്തോണ്ട് പോ. വീട്ടിൽ പോ. അതുകൊണ്ട് ഇതാരാ എൻ്റെ കൂടെ എൻ്റെ അതിനെടുക്കാൻ വന്നില്ല കള്ളൻ. എൻ്റെ എന്തിനും മോട്ടിച്ചുണ്ട്. എൻ്റെ മുതലേ മോട്ടിച്ചോണ്ട് ഉണ്ടാവേ. കള്ള കൂടുതൽ ചതിക്കണുണ്ടെന്ന് അറിയാം. എൻ്റെ ബ്രെയിനോട്ട് അടിച്ചോളെ കളഞ്ഞു. എൻ്റെ പെറ്റിനെ അവൻ മുക്കിക്കൊണ്ട് പോയടാ. എൻ്റെ മുതലടാ താടാ. കുഴപ്പമില്ല, കൊണ്ടുപോയിട്ട് കേസ് നമ്മുടെ ഒരു ആനയുടെ കേസ്. ഞാൻ ഇനി ആന തൂക്കിക്കൊണ്ടേ പോകും. ഇന്ന് ഈ ആനൻ്റെ ബേസിൽ കിടക്കുക, അല്ലെങ്കിൽ ഇതിനെക്കാട്ടി കൂടുതൽ എൻ്റെ ബേസിൽ കിടക്കും. എങ്ങനെ ഇരുന്നതായിരുന്നു? ബേസ് മൊത്തം ഫുള്ളായിരുന്നതാണ്. ഇപ്പോൾ 2-3 സ്ലോട്ട് കാലിയായി. ഞാൻ ആദ്യം വീഡിയോ തുടങ്ങിയപ്പോൾ മൊത്തം ഫുള്ളായിരുന്നു. ഇപ്പോൾ മൊത്തം കാലിയായി. 3 സ്ലോട്ട് കാലിയായി. ഒരുത്തന്നെ ഞാൻ കൊടുത്തു. ഒരുത്തന്നെ മോട്ടിച്ചിട്ട് അവർ ഞാൻ എടുക്കും. എൻ്റെ ക്രോക്കോഡൈലിൽ ഞാൻ എടുക്കും. ക്രോക്കോഡൈല അലിഗേറ്റർ ഞാൻ എടുക്കും. മുകളിൽ പോയി നമ്മുടെ ചീറ്റ എന്തിനായി നോക്കിയിട്ടില്ല ഗൈസ്. ചീറ്റ പൈസ ഒക്കെ തരുന്നുണ്ടല്ലോ. അച്ഛ നമ്മുടെ ബാക്കി നമ്മുടെ മുകളിലത്തെ ചീറ്റ പോയിട്ടില്ല ഗൈസ്. അതൊക്കെ നല്ല വലിയ കാര്യങ്ങളല്ലേ. നമ്മുടെ ചീറ്റൊന്നും പോയിട്ടില്ല, പൈസ ഒക്കെ തന്നു. നമ്മളെ 248 മില്യണാണ് ഗൈസ്. 248 മില്യണായി. അവൻ്റെ ബേസിൽ ഞാൻ നോക്കുന്നു. അയ്യോ, ബേസിലൊക്കെ എൻ്റെ ബേസിലൊക്കെ ഇതല്ലേ. പിന്നെ അവന്മാർ അടിച്ചുകൊണ്ട് പോകും. ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞ കേസ്. എൻ്റെ സ്റ്റീൽ ചെയ്തുകൊണ്ട് പോകണം. ഞാൻ ആ അലിഗേറ്റർ അവനെ കൊടുക്കണമെന്ന് വിചാരിച്ച് ഇന്നല്ലേ വേണ്ടി എടുത്തുകൊണ്ട് പോവുകയാണ്. ഞാൻ എൻ്റെ അലിഗേറ്റർ നീ പേടിക്കണ്ട അമ്മേ. അപ്പോൾ എൻ്റെ പൈസ എനിക്ക് പൈസ കൊടുത്ത് അൺലോക്ക് ആക്കാൻ പറ്റുമോ? പൈസ കൊടുത്ത് അൺലോക്ക് ആക്കാൻ അൺലോക്ക് 570 മില്യണാണ്. ഞാൻ ആരും കൊടുക്കൂടാ 570 മില്യൻ്റെ ഒക്കെ ആരും കൊടുത്തിട്ട് അൺലോക്ക് ചെയ്യാൻ പോണേ. എൻ്റെ വില 281 മില്യണേ ഉള്ളൂ. അത് തന്നെ 570 മില്യൺ ഉണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ വലിയ പെറ്റിനെ വാങ്ങിച്ചു വയ്ക്കാം ഗൈസ്. അപ്പോൾ തൽക്കാലം നമുക്ക് ഇങ്ങനെയൊക്കെ ജീവിച്ചുകൊണ്ട് പോവാം. അവന്മാരെന്നെ പാപ്പനാണ്. നൈസ്, അമേസിങ്, ഫണ്ടാസ്റ്റിക്. അപ്പോൾ ഗൈസ് ഞാൻ കുറച്ചേരം കഴിഞ്ഞിട്ട് നമ്മുടെ എല്ലാം
നമ്മുടെ അടുത്ത ബ്രെയിൻ റോട്ടൊക്കെ വന്നിട്ട് അടുത്ത പെറ്റൊക്കെ വന്നിട്ട് ഞാൻ അടുത്ത പൈസ കൂട്ടി വെച്ച് അടുത്തൊരു പെറ്റ് വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേസ്. അപ്പോൾ കേസ് ഞാൻ മണിക്കൂർ കൊണ്ട് നോക്കുകയാണ് കേസ്, ഒരു നല്ല പെറ്റ് ഒരു വരുന്നില്ല കേസ്. ഇന്ന് നമ്മളിന്ന് പാപ്പനായിട്ടേ പോവുള്ളൂ. എടാ പറഞ്ഞ് തീർന്നില്ല. അപ്പോൾ 246 മില്യൻ്റെ കിട്ടി കേസ്. 246 മില്യൻ്റെ നമ്മുടെ ടൈഗറിൻ്റെ ഗോൾഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേസ്. ഞാൻ അപ്പോൾ പറഞ്ഞ നാവെടുത്തോളൂ, നമുക്കൊന്നും കിട്ടില്ല എന്ന് പറഞ്ഞ് നാവെടുത്തോളൂ. അപ്പോഴത്തേക്ക് വന്നിട്ടുണ്ട് ടൈഗർ. നൈസ്. കൊള്ളാം. അപ്പോൾ നമ്മുടെ 2 ടൈഗറായി 2 ലയണുമായി. നൈസ്. ടൈഗറിൻ്റെ ഗോൾഡാണ് കേസ് നമുക്ക് കിട്ടിയ ഗോൾഡ്. ഇത് വലിയ പ്രത്യേകത ഒന്നും നമുക്ക് തിളങ്ങുന്ന ഇതായി. ഇവൻ നമ്മുടെ ബേസിൻ്റെ അവിടെ മണ്ടയിൽ കാവലിക്കുന്നത്. അവനാണ് ഞാൻ കൊടുത്തത് കേസ്, നമ്മുടെ ജിറാഫ്. ഇവനും കൊടുത്തപ്പോഴാണ് എൻ്റെ മറ്റേ അലിഗേറ്റർ പോയത്. ഇവൻ്റെ നമ്മുടെ ചീച്ചയുടെ പൈസ കളക്ട് ചെയ്ത് വെച്ചോ. അപ്പോൾ നമ്മുടെ ടൈഗറെ പോയി നോക്കാം കേസ്. ഗോൾഡ് ടൈഗർ അവൻ്റെ എത്ര പൈസ വരും? ഓ ഗൈസ്, ഗോൾഡ് ടൈഗർ. നമ്മൾ വലിയ പ്രത്യേകത ഒന്നുമില്ല, അങ്ങ് കിടന്ന് തിളങ്ങുന്നതിനുള്ള ഗോൾഡൊന്നും മണ്ട രീതിയും കാണും. വേറെ പ്രത്യേകത ഒന്നുമില്ല. ബാക്കിയെല്ലാം മറ്റേ സാധാ ടൈഗറിൻ്റെ പോലെ തന്നെ കേസ് അവനുള്ളത്. നമ്മുടെ ബേസ് ലോക്ക് ചെയ്യാൻ അല്ലെങ്കിൽ നേരത്തെ നിങ്ങൾ കണ്ടല്ലോ എൻ്റെ അലിഗേറ്റർ കാരൻ ഒന്നും പറയണ്ട. എൻ്റെ അലിഗേറ്ററൊക്കെ പോയത് ഇവിടെ പോയത് നോക്കണോ, 4.8 ബില്യൻ്റെ സാധനം. അതൊക്കെ ആര് വാങ്ങിക്കാൻ? എൻ്റെ പൈസ പോലും ഇല്ല അത്ര. ഞാൻ ഇവരെ എൻ്റെ 1 ബില്യൺ പോലും കയ്യിൽ കിട്ടിയിട്ടില്ല കേസ്. എൻ്റെ ഏറ്റവും കൂടുതൽ വെച്ചാൽ എന്തോ 400 മില്യൺ എൻ്റെ ഏറ്റവും കൂടുതൽ വലിയ പൈസ. അതൊക്കെ എനിക്ക് കിട്ടില്ല. ഞാൻ തുടങ്ങിയിട്ട് ഇന്നലെ ഞാൻ കണ്ടോണം കേസ്. ഞാൻ കളിക്കാൻ തുടങ്ങി ഇതിൻ്റെ എല്ലാം നോക്കി. ഞാൻ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ കാണലുണ്ട് കേസ്. സ്റ്റീലെ ബ്രെയിൻ റോട്ട് എന്നുണ്ട് മറ്റേ റോബ്ലോക്സിൽ. അതുപോലെ ഞാൻ ഫ്രീ ഫയറിൽ ചുമ്മാ ഒന്ന് കയറി നോക്കിയപ്പോൾ ഞാൻ ക്രാഫ്റ്റ് ആൻഡ് ഈ മാപ്പ് കണ്ടു, കളിച്ച് നോക്കി. കൊള്ളാം കേസ്. എനിക്ക് ഈ മാപ്പ് ഇഷ്ടപ്പെട്ടു. ഗരേനക്ക് ഇങ്ങനത്തെ ബുദ്ധിയൊക്കെ ഉണ്ട്. പക്ഷെ എന്തായാലും ഗരേനെ കോപ്പി അടിച്ചത് ഞാൻ പറയും. പക്ഷേ ഇതിൻ്റെ റോബ്ലോക്സിൻ്റെ ഡിഫറൻസ് എന്ന് വെച്ചാൽ അതിൽ ബ്രെയിൻ റോട്ടും ഇതിൽ പെറ്റും. അങ്ങനെയാണ് ഇത് ഇവിടെ പോണ സാധനം. ബാക്കിയെല്ലാം ഒരു വലിയ ബേസും ഉണ്ട്, റീബർത്തും ഉണ്ട്. പിന്നെ നമ്മുടെ റോബ്ലോക്സിലാണെങ്കിൽ മറ്റേ സ്ലാപ്പൊന്നുമില്ല, ഗോൾഡ് സ്ലാപ്പ്, റൂബി സ്ലാപ്പ്, അങ്ങനെ സ്ലാപ്പ്, പിന്നെ മറ്റേ സ്പ്രിങ് ഓടുന്ന സംഭവമൊന്നുമില്ല. അത് പുതിയ അപ്ഡേറ്റിൽ അടുത്ത അപ്ഡേറ്റിൽ വരുമെന്നാണ് പറയണത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് കണ്ടറിയാം. എനിക്കെന്തായാലും ഈ മാപ്പ് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ട് അതാണ് ഞാൻ കളിച്ച്. ഞാൻ ഇതിൻ്റെ വീഡിയോ വരെ ഇട്ടുന്നുണ്ട്. നമുക്ക് അടുത്തൊരു അതിൽ പെറ്റ് വരണം കേസ്. പെറ്റ് വന്നാലും ശരിയാവും. നമുക്ക് മണ്ടയിലൊക്കെ ഒന്ന് കയറി നോക്കാം. അവൻ എന്തിനാണ് ആരോ താഴ്ചടിയില്ലേ? എൻ്റെ പെറ്റിന് ജീറ്റ മോട്ടിക്കാനാണെന്ന് നിൽക്കുന്നതെന്ന് തോന്നുന്നു കേസ്. എന്തൊക്കെ ഒരു പന്നികട് മണക്കുന്നു. അതിലവിടെ നമുക്ക് താഴെ തന്നെ പോകാം. എൻ്റെ ബ്രെയിൻ റോട്ട് പൈസ നമുക്ക് അടുത്ത വലിയ 300 മില്യൻ്റെ ബ്രെയിൻ റോട്ട് വാങ്ങിക്കാറുണ്ട്. നമ്മൾ എന്നും 300 മില്യൺ എത്തും. നമ്മളെ പൈസ നോക്കിയാണ് 90 മില്യണായി പൈസ ഇപ്പോൾ തന്നെ. സോ നമ്മുടെ പുലിയും മറ്റേ നമ്മുടെ ടൈഗറും ലയണും ഒരിക്കലുണ്ടാണ് കേസ് ഇതൊക്കെ നടക്കണം. അല്ലെങ്കിൽ ഒരു $30 ഒക്കെ ആണെങ്കിൽ കിട്ടണം. $1 വെച്ചായിരിക്കും നമുക്ക് $30 പെറ്റ് കയറണം. അതൊക്കെ വെച്ച് ഞാൻ ഏത് കാലത്താണ് 1 മില്യൺ അടിക്കാൻ പോണ്. ഇവിടെ എന്തൊക്കെയോ സ്പന്ദികട് മണക്കുന്നുണ്ട്. ശരിയല്ല. അമ്മി ഓർക്ക ഓർക്കയെ വാങ്ങിക്കുക, അല്ലെങ്കിൽ ഞാൻ ഇതിനെ വാങ്ങിക്കും കേസ്. ഓർക്ക അല്ലെങ്കിൽ ഇതിൽ ഏതിനെങ്കിലും വാങ്ങിച്ചിട്ടേ പോകുള്ളൂ. ഓർക്ക അല്ലെങ്കിൽ എലിഫൻറ്റ്. എനിക്ക് ഓർക്കയാണ് കണ്ടിട്ട് വാങ്ങിക്കാൻ തോന്നുന്നത്. പക്ഷേ എലിഫൻറ്റ് വെച്ച് വലിയ മുട്ടക്കാട്ട് സൈസും, പക്ഷേ ഒരുമാതിരി ഞാൻ പറഞ്ഞ മറ്റേ ഉത്സവത്തിനൊക്കെ കയറിയിരിക്കുന്നുണ്ട് ഉണ്ടാവും. എലിഫൻറ്റും ഓർക്കയും കൊള്ളാം. നമുക്ക് ഏതെങ്കിലും വാങ്ങിക്കാം. അതിൽ ഏതെങ്കിലും ഞാൻ തൂക്കിയിട്ടേ പോകും. തൂക്കുമെന്ന് പറഞ്ഞാൽ തൂക്കും. അപ്പോൾ ചീറ്റലവിടെ പോയി നോക്കാം. വേണ്ട നമുക്ക് കുറച്ചൊക്കെ നോക്കാം. നമ്മുടെ അതിനെക്കാട്ടി വലിയ ബേസ് ഇവിടെ ആരെങ്കിലും ഉണ്ടാടി. നമ്മളെ കാട്ടി വലിയ ഇവൻ്റെ ചെപ്പ കയറി. എടാ അവന് ക്ലാപ്പ് അടിച്ചു കൊടുക്കുക. കൊള്ളാടാ. എനിക്ക് മനസ്സിലായി നീ എന്തിനാണ് വന്നേന്ന്. ക്ലാപ്പ് മോട്ടിട്ട് ഇറങ്ങി പോടാ എൻ്റെ ബേസിൽ നിന്ന്. എടാ ഞാൻ കൊടുത്തല്ലോ ഫ്രീ ആയിട്ട്. ഇത് പോരേത് എന്നാ ക്ലാപ്പ് കൊള്ളാം. എന്തായാലും ഒരിതൊന്നും പോരാന്നാണ് തോന്നുന്നത് കേട്ടോ. താഴെ ഒന്നും കൂടെ ഇറങ്ങാം. ഇറങ്ങിക്കോ. എൻ്റെ ബേസ് ഓപ്പണേ ലോക്ക് ഇപ്പോൾ തൂക്കിയിട്ട് പോകും. എൻ്റെ ടൈഗറിനെ തൂക്കം വന്നില്ല. അമ്മേ എൻ്റെ ടൈഗറിനെ തൂക്കം വന്നിരിക്കണം. ഇറങ്ങി പോടാ. അമ്മേ 2 കാര്യം ഇതൊക്കെ എടാ എൻ്റെ ടയറെല്ലാം പോകും. എൻ്റെ ടയർ ലൈൻ എടുത്തോട്ട് പോകാം. പെണ്ണപ്പിള്ളി അയച്ചു വിള കളഞ്ഞ് എന്നാവോ എൻ്റെ ബേസിന് തൂക്കം വന്നിരുന്നു. ഇമ്പോസിബിൾ. യു കനോട്ട് ഡു ദീസ്. ഇമ്പോസിബിൾ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു പെറ്റിപ്പോയി കേസ്. നമ്മുടെ അലിഗേറ്റർ എന്ന് മറ്റേ പെറ്റിപ്പോയി കേസ്.
എന്ത് വല്ലാത്തൊരു മോഷ്ടിക്കലായിപ്പോയി. ആ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല അവൻ മോട്ടിച്ചോണ്ട് പോകുന്നു. എന്തെങ്കിലും ഒന്നും കൂടെ മണ്ടേ പോയി നോക്കാം. അവൻ എന്തായി നോക്കട്ടെ. അവൻ ഇറങ്ങിയ കട ഇവ ഇല്ലാതെ തന്നെ ഇരിക്കുന്നു കേസ്. ശരിയല്ല, ഇവനടിച്ച് വെള്ളം കളയാനും പറ്റുന്നില്ല. മറ്റേ മണ്ടയിൽ മറ്റേ റൂഫ് മണ്ടയിലത്താണ് ഈ പൈസ കളക്ട് ചെയ്യുന്നത്. പൈസ കളക്ട് ചെയ്ത് മറ്റേ ഇത് എന്ന് വെച്ചാൽ രണ്ടാമത്തെ നിലയിൽ എനിക്ക് അടിച്ച് പോകാൻ മറ്റേ കണ്ണാടി കൂടെ വെള്ളം കളയാൻ പറ്റില്ല. ആദ്യത്തെ നിലയിൽ കണ്ണാടി അടിച്ച് വെള്ളം കളയാം. പക്ഷെ രണ്ടാമത്തെ നിലയിലാണ് പറ്റുമല്ലോ. ബേസിലൊക്കെയാണ് കേസ്. എനിക്ക് അവൻ്റെ സംശയമുണ്ട്. 5 സെക്കൻഡ്, 4 സെക്കൻഡ്, 3 സെക്കൻഡ്, 2 സെക്കൻഡ്, 1 സെക്കൻഡ്. ഓക്കെ, ബേസിലൊക്കെ ലോക്കത് കളിച്ചില്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ ബ്രെയിൻ റോട്ടൊന്നും അവിടെ കാണിച്ചു. ബ്രെയിൻ റോട്ടൊന്നും പിന്നെ അവിടെ കാണില്ല. എന്താ എടാ ഇവ എൻ്റെ അടുത്തോണ്ടേ പോളേ. ഇവ ശരിയല്ലേ. പോടാ 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 വീട്ടിൽ പോടാ. നിനക്ക് നിൻ്റെ ബേസിൽ പോയി കിടന്നാൽ പോരെ. ഇവൻ്റെ ബേസിലാണെങ്കിൽ ഒന്നും എടുക്കാനില്ല. എന്നിട്ട് എൻ്റെ ജിറാഫിനെ തിരിച്ച് ഇതിൻ്റെ അത് കൊണ്ട് വയ്ക്കും കേട്ടാ. ഇവൻ്റെ ഇപ്പം എല്ലാം തുറന്നിരിക്കും കിടക്കണം. ഇവൻ്റെ ബേസാണോ ഉദ്ദേശിച്ചത്? വേറെ ഒന്നുമില്ല. ഇവൻ തൂണ് കിടന്ന് എന്തിനാ അടിക്കുന്നത്? നോക്കി ഇവിടെ നിന്ന് ഇറങ്ങും കേസ്. ഇത് ശരിയല്ല. ഒന്നില്ലെങ്കിൽ എൻ്റെ ചീറ്റ പോവും ഉറപ്പന്നെ. ഇപ്പോൾ എപ്പോഴും എൻ്റെ ചീറ്റ അടിച്ചുകൊണ്ട് പോവും. കൊന്നുകൊണ്ടൊക്കെ ഇറങ്ങും കേസ്. ഇതൊരു കൊല്ലം പിടിക്കും. ഒരു 300 മില്യനൊക്കെ ആകുമ്പോൾ ഒരു കൊല്ലം പിടിക്കുന്നതാണ് തോന്നുന്നത്. ഇത് 300 മില്യൻ്റെ റെയിൻ റോട്ടിനെ അവിടെ കാണില്ല. ഇപ്പം റെയിൻ റോട്ടെന്ന് പെറ്റിനെ അവിടെ കാണാനില്ല. കയറിയിട്ടുണ്ട് ക്രൂക്സ്. നമ്മുടെ വല്ലതും അവൻ എപ്പോഴും ഉണ്ട്. മണ്ടയിൽ തന്നെ ഉണ്ട്. നോക്കട്ടെ ആദ്യം പൈസ കളക്ട് ചെയ്യണം. പൈസ ഇമ്പോർട്ടൻറ്റ്. മണ്ടേ പോയി നോക്കാൻ കഴിയും. അവൻ മണ്ടേ തന്നെ അല്ലെങ്കിൽ ഉണ്ട്. അല്ലെങ്കിൽ ചീറ്റ പോയ ചീറ്റ അവിടെ തന്നെ ഉണ്ട്. ചീറ്റ അവിടെ തന്നെ ഉണ്ട്. ഞാൻ മണ്ടയിൽ നിന്ന് പോയിച്ച് നന്നായി. എന്തായാലും എൻ്റെ അലിഗേറ്ററിനെ മോട്ടിച്ചോണ്ട് പോടാ. വലിയ കഷ്ടമായി പോയി. 114 മില്യൻ്റെ ആയിരുന്നു കേസ്. അത് അവൻ ഫ്രീ ഒരു പൈസ വലിയ ചിലവാക്കാതെ എടുത്തോണ്ട് പോയി. ബേസ് ലോക്ക് ചെയ്ത് അല്ലെങ്കിൽ നേരത്തെ അലിഗേറ്ററിന് കിട്ടിയ പണി പോലെ എനിക്ക് കിട്ടും. എൻ്റെ ടൈഗറിൻ്റെ എടുത്തോണ്ട് പോണി ഞാൻ കിടന്ന് കരയും. പക്ഷേ ഇത്ര പൈസ കൂട്ടി വെച്ചിട്ടാണ് എന്താ പറയുക ഇതിൻ്റെയൊക്കെ വാങ്ങിച്ചത്. ഇവിടെ കുറേ പ്രോ ആൾക്കാരൊക്കെ ഉണ്ടാ. പ്രോ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടാ. അതാ ഓർക്ക പിന്നെ ഓർക്ക തന്നെ. എടാ ഓർക്കയാരാ വാങ്ങിച്ചോണ്ട് പോണ? എൻ്റെ ഓർക്ക വാങ്ങിയ പൈസ ഇല്ലല്ലേ. ഞാൻ തൂക്കിയാനാ കേസ്. ആരാ ഓർക്ക വാങ്ങിച്ചോണ്ട് പോകണം? ഈ ബേസിലെടുത്തവനാണ് കേസ്. അതിൻ്റെ ബേസ് ഒന്ന് ലോക്ക് ചെയ്തിട്ട് നമുക്ക് അവിടെ പോയി അവൻ്റെ ബേസ് നോക്കിയിട്ട് ഇതൊന്നും നമ്മളെക്കാട്ട് വലിയ പ്രോ പ്ലെയർ പൈസക്കാരനാണെന്ന് നോക്കാം കേസ്. തുറക്കുക. ഓക്കെ ഇനി നമുക്ക് നേരെ പോയി നോക്കാം. നമുക്ക് റീബർത്ത് ചെയ്യണം കേസ്. റീബർത്ത് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഇത് കിട്ടും കേസ്. കുറച്ചും കൂടെ ടൈം കിട്ടും. ഗൈസ് ഇവിടെ ഇവൻ്റെ ബേസിൽ തോന്നുന്നു. ഇവിടെ ഇവൻ്റെ ബേസിൽ 800 മില്യൻ്റെ പെറ്റ് ഗൈസ്. എലിഫൻറ്റും ഉണ്ട്, ആന. എലിഫൻറ്റ് എന്ന് വെച്ചാൽ ആന തന്നെയല്ലേ. ഇവിടെ ഇവൻ്റെ എല്ലാം മില്യണാണ്. മറ്റേ അലിഗേറ്റർ ഇതിൻ്റെ ഉണ്ടായിരുന്ന അലിഗേറ്റർ എൻ്റെ എല്ലാം എന്തായാലും ഇവൻ വാങ്ങിച്ച് വെച്ചാണ്. അടുത്ത് ഇവിടെ കൂടെ കയറി വെക്കാം. 3 നിലയടി. താഴെ പോയി നമ്മുടെ ബേസ് ലോക്കാം. എൻ്റെ ബേസ് നേരെ തൂക്കിയുണ്ട്. ഓടോ ബേസ് ഓപ്പണായി. അല്ല അവന് ബുദ്ധിയിലടാ. ഞാനൊക്കെ ഇരുന്ന് എപ്പോഴും മുട്ടിട്ടുണ്ട്. അവന് ബേസ് ലോക്ക് ചെയ്തോ. നമുക്ക് ഒന്നും കൂടെ പോയി പൈസ കളക്ട് ചെയ്യണം. അല്ല വേണ്ട നമുക്ക് അതൊക്കെ അവൻ്റെ ബേസ് കണ്ടിട്ട് പിന്നെ അവരെ പാണ്ടയൊക്കെ ധാരാളം വാങ്ങിച്ചോണ്ട് പോകണേ. എടാ 450 മില്യൻ്റെ പാണ്ടയാടാ. ഞാൻ സറണ്ടർ ഹോക്കെ. എന്നെ എടുക്കാനില്ല ഒന്ന്. ഞാൻ എൻ്റെ പാണ്ട ഒന്നും ചെയ്തില്ല. ഞാൻ നോക്കാനാണോ ഒന്ന്. അവൻ ബേസ് തുറന്നു തോന്നുന്നു. അവൻ്റെ പൈസ തുറന്നു തോന്നുന്നു. എൻ്റെ മണ്ടയിലെല്ലാം ഉണ്ടോ? മണ്ടയിലൊന്നും ഇല്ല കേസ്. നമുക്ക് എൻ്റെ ബേസിൽ തന്നെ പോവാം. എൻ്റെ ബേസിൽ പോയിട്ട് വരും. എൻ്റെ ബേസ് ലോക്കാക്കി വരും കേസ്. അൺലോക്കാവാൻ കുറച്ച് സമയം കൂടെ ഉള്ളത്. അതുകൊണ്ട് നമ്മൾ പോകുന്നത് നന്നായി. എടാ ഇവിടെ എന്തിനുണ്ടോ? ഇമ്മല് എൻ്റെ ബേസിൽ കയറി ഇറങ്ങി അമ്മയെ. എവിടെ ഇവൻ തുള്ളി കളിക്കുന്ന കുഞ്ഞിപ്പുഴ. ചുമ്മാ ഇരടാ. എൻ്റെ ബേസിൽ എൻ്റെ പെറ്റിനെല്ലാം കൊണ്ടുപോകണേ നോക്കിയോ. ഞാൻ അടിച്ചിനെ എച്ചില്ലായിരുന്നു. അമ്മേ ചേട്ടാ ഇവ എന്തിനാ നമുക്ക് അങ്കാരനുണ്ടായവനെ. എടാ പോടാ. അമ്മേ ചേട്ടാ വേറെ അവിടെ കിടന്ന് ഇമോട്ട് അടിച്ചോണ്ടിരിക്കുന്നു. അമ്മേ ചേട്ടാ ഇത് ശരിയാവൂല. ഇത് ഇവിടെ നിന്ന് ഇറങ്ങിയാലേ ശരിയാവുള്ളൂ കേസ്. ഇപ്പം എൻ്റെ എല്ലാം പോവും. അമ്മേ ചേട്ടാ ഇവരടിക്കാൻ പോലും പറ്റില്ലടാ. ബേസിലൊക്കെ കഴിക്കോടാ. 2 അവിടെ കയറി ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങാൻ വേണമെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങിയാൽ ശരിയാവും. ഇറങ്ങണം. അത് ഇവനൊക്കെ എൻ്റെ എല്ലാം കൊണ്ടുപോകണ്ടേ. നമുക്ക് അവിടെ നിന്ന് ഇറങ്ങാം കേസ്. അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിക്കോ. അല്ല ഇവിടെ എല്ലാം പോവും.
ഓ, അങ്ങനെയൊക്കെ ഒരു വലിയ യുദ്ധം കഴിഞ്ഞു. നമുക്ക് ഒന്നും കൂടെ പറഞ്ഞാൽ തന്നെ കറങ്ങി. ഇന്ന് ഞാൻ 300 മില്യനും മുകളിലോട്ട് ഉള്ള പെറ്റിനെ കൊണ്ടുപോകുന്ന പറഞ്ഞാൽ കൊണ്ടുപോവേ ഉള്ളൂ. ഇത് ലോഡാവണില്ലല്ലോ, കുറേ നേരമായല്ലേ ഇത്. ഇതെന്തരി ഇത് നട റോട്ടിൽ കൊണ്ട് എൻ്റെ ബേസ് വെച്ചിരിക്കണം. നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങും ഗൈസ്. അപ്പോൾ ഗൈസ് ഇനി അടുത്തൊരു നല്ല പെറ്റ് വരണവരെ ഞാൻ പെറ്റ് വരുമ്പോൾ കാണിച്ചു തരും ഗൈസ്. അല്ലെങ്കിൽ ഇപ്പോൾ ശരിയാവില്ല. ഞാൻ വീഡിയോ കുറച്ചങ്ങ് ഫാസ്റ്റ് ആക്കിയാണ്, നിങ്ങളൊന്നും പറയരുത്. അപ്പോൾ ഫൈനലി ഗേഴ്സ് ഞാൻ 334 മില്യൺ അങ്ങനെയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. കുറേ നേരം എന്നെ കളിച്ചു ഗേഴ്സ്, കുറേ നേരം. ഞാൻ നിങ്ങൾക്ക് നല്ല ഫാസ്റ്റ് ആക്കിയാണ് കാണിച്ചത്. കുറേ നേരമായി, അതൊരു 20-30 മിനിറ്റ് ഞാൻ അത് കുറേ നേരം കിട്ടുന്ന കളിച്ച് കാണാം ഗേസ്. അത് നല്ല ഫാസ്റ്റ് ആക്കിയിട്ടാണ് നിങ്ങൾക്ക് കാണിച്ചത്. അതുകൊണ്ട് നിങ്ങൾക്ക് അത്ര അറിയില്ല. നിങ്ങൾക്ക് ബോറടിക്കും ഗേസ്. ഇങ്ങനെ കുറേ നേരം കണ്ടോണ്ടിരിക്കുന്നതാണ് നിങ്ങൾക്ക് ബോറടിക്കും. അപ്പോൾ ഗേസ് നമുക്കിനി കുറച്ചും കൂടെ പൈസ കൂട്ടി വെച്ചാൽ നമുക്കിനി ഓർക്ക വരുന്നത്. എനിക്ക് ഓർക്ക വാങ്ങിക്കാനുള്ളതാണ് ഒരു തീരുമാനം. ഓർക്കല്ലേ എനിക്ക് ഓർക്കയാണ് കുറച്ചും കൂടെ പിടിച്ചത്. നമുക്ക് ഈ ബേസ് ഒന്ന് ലോക്കാക്കാം ഗേസ്. ഇവിടുത്തെ ആൾക്കാർ ശരിയല്ല കേസ്. എൻ്റെ ബേസിൽ ചെറുതായി നോട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. എൻ്റെ ബേസ് എൻ്റെ ഏതൊക്കെ പോകുന്നതാണ് കേസ് തോന്നുന്നത്. പക്ഷെ ഞാൻ സമ്മതിക്കൂല. എൻ്റെ ഒരു ബ്രെയിൻ റോട്ട് തന്നെ. ഞാൻ ബ്രെയിൻ റോട്ടെന്ന് പറ്റി ഞാൻ വിടില്ല കേട്ടോ. ആന അയ്യോ, അത് ആനല്ല കേസ്, സോറി, എനിക്ക് മാറിപ്പോയത്. ഒരു ബില്യൻ്റെ സാധനമാണ്. അതെനിക്ക് എൻ്റെ കയ്യിൽ ഒതുങ്ങൂല. തൽക്കാലം അത് അവിടെ പോട്ടെ, നമുക്ക് പിന്നെ എപ്പോഴും തൂക്കാം അതിനെ. നിങ്ങൾക്ക് ഇതിന് സെക്കൻഡ് പാർട്ട് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമുക്കപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഒപ്പിക്കാം. ഒന്നുകൂടെ നമുക്ക് ഇതിനൊക്കെ കളക്ട് ചെയ്ത് വയ്ക്കാം. കളക്ട് ചെയ്തു എല്ലാം കളക്ട് ചെയ്ത് വെച്ചു. പൈസ കളക്ട് ചെയ്ത് നമുക്കിനി എനിക്ക് ഓർക്ക വാങ്ങിക്കാനാണ് കുറച്ചും കൂടെ താല്പര്യമുള്ളത്. നമുക്ക് ഓർക്ക തന്നെ വാങ്ങിക്കാം ഗൈസ്. ഞാൻ മണിക്കൂറുണ്ടോ പൈസ കളക്ട് ചെയ്യണം, എന്നിട്ടാണ് ഇത്ര പൈസ ഇങ്ങനെയൊക്കെ കളക്ട് ചെയ്തെടുത്തത് ഗൈസ്. പക്ഷേ എനിക്ക് ഈ സ്ഥലത്ത് പ്രത്യേകിച്ച് വലുതായിട്ടൊന്നും വരണം കാണുന്നില്ല ഗൈസ്. എനിക്ക് ആ 1 ബില്യൻ്റെയാണ് കാണുന്നത്. ഞാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും കാണുന്നില്ല. നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയാലെന്ന് വിചാരിക്കുന്നുണ്ട്. വേണ്ട ഗൈസ്, നമുക്ക് ഇവിടെ തന്നെ കളിക്കാം. അല്ലേ വേണ്ട ഗൈസ്, നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങി തന്നെ ചെയ്യാം. അല്ലെ ഇറങ്ങിയില്ലെങ്കിൽ ശരിയാവില്ല. അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ബ്രെയിൻ റോട്ടേ കിട്ടൂല. ബ്രെയിൻ റോട്ട് പെറ്റി കിട്ടേയില്ല. ഞാൻ 1 മണിക്കൂർ കൊണ്ട് അവിടെ നിൽക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് കിട്ടുന്നില്ല ഗൈസ്. ഞാൻ നൈസിന് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇത് ലോഡാവണം. ഇനി കുറേ നേരമാവുമെന്നാണ് തോന്നുന്നത് ലോഡാവാൻ. കയറിയിട്ടുണ്ട്. ഇവിടെ എങ്ങനെ ഐശ്വര്യമായിരുന്നു. നമുക്ക് ഇവിടെ നല്ല ബുക്കിംഗ് പോകാം. അവിടെ കയറിയപ്പോൾ തന്നെ പ്രത്യേകിച്ച് കാണാനില്ല. അല്ല എപ്പിക്ക് സാധനമാണ് കേസ്. നമുക്ക് മിത്തിക്ക് വേണം. മിത്തിക്ക് എന്ന് വെച്ചാൽ എപ്പിക്ക് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് എപ്പിക്ക് എന്ന് വെച്ചാൽ ഒരുമാതിരി 1 മില്യൺ ഉണ്ടത്, 3 മില്യൺ അതൊക്കെയാണ് എപ്പിക്ക്. പിന്നെ ലെജൻഡറി എന്ന് വെച്ചാൽ നമുക്കൊരു 100 മില്യൺ ഉണ്ടത്, 200 മില്യൺ ഉണ്ടത്, 42 മില്യൺ അതൊക്കെയാണ് ലെജൻഡറി. പിന്നെ മിത്തിക്ക് എന്ന് വെച്ചാൽ നമ്മുടെ 1 ബില്യൻ്റെ ഒക്കെ സാധനം, ബില്യൻ്റെ ഒക്കെയാണ് മിത്തിക്ക് നടന്ന സാധനം. നമ്മുടെ ഇതായിട്ട് ഒരു മിത്തിക്ക് പോലില്ല. നമ്മുടെ മൊത്തം ലെജൻഡറിയാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്നത്. മൊത്തം ലെജൻഡറിയാണ്. നമുക്ക് വല്ലതും കാണാം, വല്ലതും പ്രത്യേകിച്ച് വല്ലതും വന്നതെന്ന് ചോദിച്ചാൽ ഒന്നും കാണാമല്ലോ. ഞാൻ ഈ എപ്പിക്കാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. എപ്പിക്കൊണ്ട് കേസ് എന്തായാലും അത് നല്ലൊരു ലക്ഷണമാണ്. നമുക്ക് അത് നല്ല ലക്ഷണമാണ് കേസ്. എപ്പിക്കുന്നൊരു നല്ല ലക്ഷണമാണ്. എനിക്ക് തോന്നുന്നു നമുക്ക് ഈ സ്ഥലത്ത് നിന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന ഓർക്കെ കിട്ടുന്നതാണ് തോന്നുന്നത്. നമുക്ക് പൈസ കളക്ട് ചെയ്ത് വയ്ക്കണം. കളക്ട് ചെയ്ത് നമ്മുടെ പീസിൽ വെക്കണം. കളക്ട് നമ്മുടെ മോളത്തെ ചീറ്റർ എന്തിനായി നോക്കണം കേസ്. കളക്ട് ചെയ്തൊക്കെ വെച്ചു. നോക്കട്ടെ വല്ല വന്ന ഓർക്കല്ലോ. ഇടേ എടാ പുലിയാണ് എടാ. മറ്റേ ഇതാ ഗോൾഡൻ തിമിംഗലം പിന്നെ ടൈഗർ. ഓഹോ കൈസ്, മറ്റേ നമ്മൾ കണ്ട 192 ബില്യൻ്റെ ഒരു അതിൻ്റെ ഗോൾഡൻ തിമിംഗലം കേസ്. ഇതൊക്കെ ഞാൻ ഒരു ദിവസം വാങ്ങി കേസ്. എൻ്റെ ബേസ് ചെയ്ത ഒരു ദിവസം ഗോൾഡൻ തിമിംഗലം കിടക്കും കേസ്. നമ്മുടെ ഓർക്ക എവിടെ? നമുക്ക് ആദ്യം ബേസിലൊക്കെ നല്ല പിന്നെ എൻ്റെ ഓർക്ക വാങ്ങിച്ചത് അപ്പം തന്നെ പോകും. അപ്പോൾ കേസ് നമ്മുടെ ഓർക്കയാണ് കേസ് നിങ്ങൾ കാണുന്ന 384 മില്യൻ്റെ ഓർക്ക. ഒരു സെക്കൻഡിൽ 105.4K ഓർക്ക തരും കേസ് ഒരു സെക്കൻഡിൽ. ദാറ്റ് സോ നൈസ്. ഇവിടെ ടൈഗർ നമ്മൾ രണ്ടാമത്താണ്. ഇപ്പോൾ ഏറ്റവും ലീഡായി കിടക്കുന്ന നമ്മുടെ ഓർക്കയാണ്. നമ്മുടെ ടൈഗർ നമ്മുടെ 72.4K ആണ് കേസ്. നമ്മുടെ ടൈഗർ തന്നെ നമ്മുടെ ഓർക്ക ഇപ്പോൾ ടോപ്പ് കേസ് നമ്മുടെ ഓർക്ക തന്നെ ആയിരിക്കും. നമ്മൾ ടൈഗറിന് കൊടുക്കുന്നതിൻ്റെ കാട്ടി പൈസ കൊടുത്താൽ നമ്മൾ ഓർക്കാൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഓർക്ക തന്നെ ആയിരിക്കും പൈസ കൂടുതൽ തരുന്നത്. നമുക്ക് ബേസൊക്കെ ലോക്ക് ചെയ്യണം. ബേസ് ലോക്ക് ചെയ്യണം.
അല്ലെങ്കിൽ ഓർക്ക പോവും നമുക്ക് അടുത്ത് നമുക്ക് ലാസ്റ്റ് ചീറ്റയുടെ മോളത്തെ ചീറ്റയുടെ പൈസ കൊണ്ട് പക്ഷേ നമുക്കിനി വീഡിയോയുടെ മൈൻഡപ്പ് ചെയ്യാം. മറ്റേ നമ്മുടെ ചീറ്റ അവിടെ നമുക്ക് ഇവിടെ പിന്നെ ഒരു ഓർക്ക പോകണ്ട, ഓർക്കയില്ലേ ഇത്, ഓർക്കണമെന്നാണ് തോന്നുന്നത് ഗൈസ്, പെട്ടത് കണ്ടില്ല ഞാൻ. എന്തായാലും നമ്മൾ ലാസ്റ്റ് നമ്മൾ ചീറ്റയുടെ പൈസ കൊണ്ട് ചീറ്റ പൈസ കുറേ പൈസ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. ജിറാഫാണത്, ജിറാഫ് നമ്മുടെ മൂങ്ങയുടെ ഗോൾഡ് പോകുന്നു ഗൈസ്. 6 മില്യൺ പോയിരുന്നു, അതെൻ്റെ ഉണ്ടായിരുന്നു, ഞാൻ പിന്നെ കൊടുത്ത ഒരാൾ ഫ്രീ ആയിട്ട് കുറേ പേർക്ക് കൊടുത്തു ഗൈസ് 6 മില്യൺ. അപ്പോൾ നമ്മുടെ ഓർക്ക എവിടെ ബേസ് ലോക്ക് ചെയ്ത് നമുക്ക് ഓർക്ക കാണാം ഗൈസ്. അവസാനം നമുക്ക് ബേസ് ലോക്ക് ചെയ്ത് ഓർക്ക കണ്ടിട്ട് നമുക്ക് അവിടെ വീഡിയോ അങ്ങ് മൈൻഡപ്പ് ചെയ്യാം. ബേസ് ലോക്ക് അവിടെ ഓർക്ക എവിടെ, ടൈഗറിനൊക്കെ ഒന്ന് കാണാം. ടൈഗർ ഇത്ര മില്യൺ തരും. ടൈഗർ ഒരു സെക്കൻഡിൽ 72.3 ഗൈസ് തരുന്നത്. പിന്നെ നമ്മുടെ ലയൺ എത്ര തരുന്നു, ലയൺ എന്ന് വെച്ചാൽ 174 മില്യൻ്റെ ലയൺ, അത് 33K തരും. 53K ആണ് ഗൈസ് തരുന്നത്, ഒരു സെക്കൻഡിൽ 53K തരും നമ്മുടെ ലയൺ. പിന്നെ നമ്മുടെ ലാസ്റ്റ് ആയിട്ട് നമ്മുടെ ഓർക്ക, ഏറ്റവും കൂടുതൽ ഓർക്കയാണ് ഗൈസ്. ഓർക്ക അല്ലല്ലോ, ഓർക്ക അല്ല, 384 മില്യൻ്റെ ഓർക്കയാണ് ഗൈസ്. അത് 105.4K തരും ഗൈസ് നമ്മുടെ ഓർക്ക ഒരു സെക്കൻഡിൽ. ദാറ്റ് ഇസ് റിയലി നൈസ്. നമ്മുടെ ബേസിന് ലോക്കേട്ടെ ഇതൊരു കൊള്ളാം ഗൈസ്. നമ്മുടെ നമുക്ക് ഓർക്ക കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഓർക്ക നമ്മൾ പറഞ്ഞാൽ പിന്നെ പറഞ്ഞാൽ 300 മില്യൻ്റെ മുകളിലുള്ള എടുക്കുമെന്ന് പറഞ്ഞാൽ എടുക്കും ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മുടെ വീഡിയോ എടുത്ത് മൈൻഡപ്പ് ചെയ്യാൻ പോയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ പാർട്ട് 2 വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമുക്ക് അടുത്തത് 1 ബില്യൺ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും നോക്കുക. 1 ബില്യൻ്റെ പെറ്റ് നമുക്ക് എടുക്കാൻ പറ്റും നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ പറഞ്ഞ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ നല്ല വീഡിയോ ഞാൻ പിന്നെ വരുന്നു. ബൈ ഗൈസ്.